നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എപ്പോഴാണ് സെക്ഷൽ ഇന്റർകോഴ്സ് കുട്ടികളാവാൻ വേണ്ടിയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് വേണ്ടത് എന്നാണ്. പല തവണ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തെങ്കിൽ പോലും ഈ മെൻസസ് കറക്റ്റ് അല്ലാത്തവരിൽ വീണ്ടും ഇതൊരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കോണ്ടാക്ട് ഏതൊക്കെ പീരീഡിൽ വേണം എന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഡോക്ടർ ജോബിതാക്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യം തന്നെ നമ്മളൊരു റെഗുലർ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് പീരീഡ് ഓഫ് സൈക്കിൾ എന്ന് പറയുന്നത് 1 മുതൽ 28 ദിവസം വരെയാണ്. അതായത് ഒരു 28 ദിവസത്തെ സൈക്കിളായിരിക്കും. 28 ദിവസം കഴിയുമ്പോൾ അടുത്ത മെൻസസ് തുടങ്ങണം. ഇതിൻ്റെ ഇടയിലുള്ള പീരീഡിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ആ സമയങ്ങളിലായിരിക്കും ഓവുലേഷന് കൂടുതൽ സാധ്യത. ഇനി മെൻസസ് കറക്റ്റ് 28 അല്ല, 24 മുതൽ 35 ദിവസങ്ങൾക്കിടയിലുള്ളവർക്ക് വരെ ഞാൻ ഈ പറയുന്ന തീയതികൾ ഓക്കെ ആയിരിക്കും. അതിനു പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസീസ് കാരണം, മറ്റെന്തെങ്കിലും രോഗം കാരണം വളരെയധികം ഇറഗുലർ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് നിങ്ങൾ എടുക്കേണ്ടി വരും. എന്നിട്ട് പ്രോപ്പറായിട്ട് ഈ മെൻസസ് കറക്റ്റ് ചെയ്തതിന് ശേഷം ഓവുലേഷനുള്ള മെഡിസിൻസും കൂടെ കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൺസീവ് ആവാൻ പറ്റും. അപ്പോൾ ഈ ഇടയിലുള്ള ഡേയ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ 28 ദിവസം സൈക്കിൾ ആണെങ്കിൽ ഇടയിലുള്ള ഡേയ്സ് എന്ന് പറയുന്നത് 10ാമത്തെ ദിവസം തൊട്ട് ഒരു 18ാമത്തെ ദിവസം വരെയാണ്. 1ാമത്തെ ദിവസം എന്ന് പറയുന്നത് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ ആയിരിക്കും. 2ാമത്തെ ദിവസം മെൻസസിൻ്റെ സെക്കൻഡ് ഡേ, അങ്ങനെ പോയി ഒരു 5th 6th ഡേയിൽ നിങ്ങളുടെ മെൻസസ് സ്റ്റോപ്പ് ആവുന്നു. പിന്നീട് അങ്ങോട്ട് 10th ഡേ, ആ 10th ഡേയിൽ തന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ സ്റ്റാർട്ട് ആവാം. നമ്മളൊരു റേഞ്ച് പറയണമെങ്കിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ 28 ദിവസമാണെങ്കിൽ 14ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ. അങ്ങനെ കൃത്യമായിട്ട് എല്ലാവരിലും നടക്കില്ല. അതുകൊണ്ട് തന്നെ 10 മുതൽ 18 ദിവസം വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ആ 10നും 18നും ഇടയിൽ നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസീവ് ആവാൻ സാധിക്കും, മറ്റ് പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ. അത് തന്നെ ഡെയിലി കോണ്ടാക്റ്റ് വേണോ എന്ന് ചോദിക്കാറുണ്ട്. ഡെയിലി കോണ്ടാക്റ്റ് വേണ്ട. ബട്ട് 48 മണിക്കൂറിൽ കുറഞ്ഞ സമയം കൊണ്ട് ഓരോ കോണ്ടാക്റ്റ് വന്നിരിക്കണം. അതായത് 48 മണിക്കൂർ എക്സീഡ് ആവാൻ പാടില്ല. 48 മണിക്കൂറിനുള്ളിൽ അടുത്ത കോണ്ടാക്റ്റ് വന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഓവുലേഷൻ മിസ്സാവാതിരിക്കുള്ളൂ. ചിലപ്പം നിങ്ങളൊരു 3-4 ഡേയ്സ് ഇടയിൽ നിങ്ങൾക്ക് മിസ്സായി, കോണ്ടാക്റ്റ് ഇല്ലാത്ത ദിവസങ്ങൾ വന്നെങ്കിൽ ഒരു പക്ഷേ ഓവുലേഷൻ അതിനിടയിൽ സംഭവിച്ചാൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പം 48 മണിക്കൂർ 2 ദിവസം. ഇപ്പം ഞാൻ അധിക പേരോടും പറയാറ്, ഇപ്പോൾ ഇറഗുലർ ആയിട്ട് ഇവിടെ വരുന്നവരുണ്ട്, റെഗുലർ സൈക്കിൾ അല്ലാതെ, അത്തരക്കാരോട് പറയാറ് നിങ്ങൾ ഇടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടും. അപ്പം നിങ്ങൾക്കൊരു ഓവുലേഷൻ മിസ്സാവാതിരിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം അങ്ങനെ ചെയ്യുന്നതാണ്. ഇടവിട്ട ദിവസങ്ങളിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ പുരുഷന്മാരിൽ കൗണ്ട് കുറഞ്ഞവരുണ്ടാവും. കൗണ്ട് അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഒക്കെ കുറഞ്ഞ ആൾക്കാർ ഡെയിലി കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്പേമിന് റീപ്ലനിഷ് ആവാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ഇടവിട്ട ദിവസം അവരിലും അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഈ കൗണ്ട് റീപ്ലനിഷ് ആവണം, ഒന്നും കൂടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ള സ്പേം ആയിരിക്കും പിന്നീട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഓവുലേഷൻ കിറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓവുലേഷൻ കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് പലർക്കും അതറിയില്ല. ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി കാർഡ് പോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് അത് കിട്ടുന്നത്. അപ്പം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഡേറ്റ് മനസ്സിലാക്കാനും അന്നേ ദിവസം നിങ്ങൾക്ക് ബന്ധപ്പെടാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്നാണെങ്കിൽ, നിങ്ങൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് അവോയ്ഡ് ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിലാണ്. 10 മുതൽ 18 ദിവസം വരെ നിങ്ങൾ മാക്സിമം ഇൻ്റർകോഴ്സ് ഇല്ലാതെ നോക്കുക. ഇനി നിങ്ങൾ ഇൻ്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ കോണ്ടം യൂസ് ചെയ്യാം. ഏറ്റവും സേഫസ്റ്റ് മാർഗം കോണ്ടമാണ്. ഓറൽ പിൽസിലേറെ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ഒന്ന് ആബ്സ്റ്റിനൻസ് ആണ്. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കുക. 2 നിങ്ങൾ കോണ്ടം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെർമനൻറ്റ് മെത്തേഡ് എന്നോണം ഇപ്പോൾ 3 years 5 years ഒക്കെ ആ ടൈമിൽ നിങ്ങൾക്ക് കോപ്പർട്ടി യൂസ് ചെയ്യാം. കോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ എഫക്റ്റീവായിരിക്കും. ഫിയർ ഇല്ലാതെ നിൽക്കാം. ഇനി ഏത് കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്താലും എല്ലാം 99% നമുക്ക് അതിൻ്റെ ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. അതായത് അത്ര അഷ്വർ ചെയ്യാനേ കഴിയുള്ളൂ. അതിന് പുറമെ ബൈ ചാൻസ് നിങ്ങൾ കൺസീവ് ആവാനും ചില കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പം ചെറിയ ചാൻസസ് ഉണ്ട്, അത് മിസ്സായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യേണ്ട ഡേറ്റ്സ് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ 10 to 18 ഡേയ്സ് ആണ് ഒരു നോർമൽ സൈക്കിളിൽ. ഇനി അത് 24 to 34 ഡേയ്സിനിടയിലുള്ളവർക്കാണെങ്കിൽ പോലും ഈ സെയിം ഡേയ്സിൽ തന്നെ 10 to 18 ഡേയ്സ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഓവുലേഷൻ പീരീഡ് ആയിരിക്കും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ജോബിതാക്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.